ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്കിൻ കെയറിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയതൊക്കെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അല്ല വേറെ ഒരു സാധനം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്കിൻ കെയർ ഐറ്റംസ് മാത്രമായിട്ട് വെച്ചതിനൊക്കെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈൻ കൂടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആളെന്ന ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ഒരെണ്ണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഫേസ് വാഷ് അല്ലെങ്കിൽ ഗ്ലെൻസർ ഉപയോഗിക്കാം. കൂടുതലും മേക്കപ്പൊക്കെ ചെയ്യുന്നവരൊക്കെ എന്താ ആക്ടേഴ്സ്, പിന്നെ എയർ ഹോസ്റ്റേഴ്സൊക്കെ അവരൊക്കെ കൂടുതലും നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ഡബിൾ ഗ്ലെൻസിങ് ചെയ്യാറുണ്ട്. ഗ്ലെൻസർ ഉപയോഗിച്ച് രണ്ടാവണ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു കോട്ടൺ തുണി വെച്ച് ഇങ്ങനെ കളയുന്നു. മേക്കപ്പൊക്കെ കഴുകിയിട്ട് ഗ്ലെൻസറോ ഫേസ് വാഷ് ഫസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ചെയ്യും. ഡബിൾ ഗ്ലെൻസിങ് ആവും. പിന്നെ ടോണറൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഡബിൾ ഗ്ലെൻസിങ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് അവരൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. നമുക്കൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊന്നും എല്ലാ ദിവസവും ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആകെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. കണ്ണെഴുതാ, പുട്ടിടുക, അല്ലെങ്കിൽ ലിബാമോ, ലിപ്സ്റ്റിക്ക് ഇടുക, ബ്ലഷ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊന്നും വലിയ മേക്കപ്പ്, അതിനൊന്നും ഗ്ലെൻസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫേസ് വാഷ് വളരെ വളരെ നല്ലതാണ്. ഗ്ലെൻസറിൻ്റെ ആവശ്യമില്ല. എന്നാലും ആഴ്ചയിൽ 1-2 തവണ ഗ്ലെൻസർ ഉപയോഗിക്കുന്നത് നല്ലത്. ഡബിൾ ഗ്ലെൻസിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ 2 തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ ഫേസ് വാഷ് എല്ലാ ദിവസവും ഉപയോഗിക്കുക കേട്ടോ. വളരെ വളരെ സൂപ്പറാണ്. കുറേ ബ്രാൻഡിൻ്റെ ഫേസ് വാഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഇഷ്ടമുള്ളത് അത് ഉപയോഗിക്കാം. കുറേ ബ്രാൻഡിൻ്റെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണല്ലോ. അപ്പോൾ ആ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫേസ് വാഷുകൾ കുറേ ഉണ്ട്. ഓയിലി സ്കിന്നിന് പറ്റിയത്, ഡ്രൈ സ്കിന്നിന് പറ്റിയത്, അങ്ങനെ കുറേ പല ടൈപ്പ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫേസ് വാഷ് ആയാലും ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ചിലപ്പോൾ 8ൻ്റെ പണി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നല്ല കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഏതിൽ തുടങ്ങും? ഫസ്റ്റ് ഞാൻ അലോവേറ ജെല്ല് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കുറച്ച് ഉണ്ട്, കാരണം അത്രത്തോളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ. ഇതെന്താ പാരക്സലിൻ്റെ ഒരു അലോവേറ ജെല്ലാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഇത് നമ്മളെന്താ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല അലോവേറ ജെല്ലാണ്. ഇതൊരു മഞ്ഞ കളറൊക്കെ ഉള്ള ഒരു അലോവേറ ജെല്ലാണ്. നീമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് അടിപൊളി സാധനമാണ്. വേറെ ഉണ്ട്, അത് തീർന്നു പോയി. അപ്പം ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഉള്ളത് എന്താ, നമ്മുടെ സ്വന്തം വാസ്ലിൻ. വാസ്ലിൻ എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലോ. വാസ്ലിൻ്റെ കുറേ നമ്മൾ മുടിയിൽ തേക്കും, മുഖത്ത് തേക്കും, ചുണ്ടിലിടും, അങ്ങനെ കുറേ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പലർക്കും അറിയായിരിക്കുമല്ലോ. ഇതാണ് വാസ്ലിൻ്റെ. ഇത് അത്യാവശ്യം വലിയൊരു ഇതാണ്. 79 രൂപയാണ് വാസ്ലിൻ്റെ ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഇസ് ടോണർ. ഇതെന്താ ഗുലാബേരി എന്ന് പറയുന്ന ഒരു റോസ് വാട്ടറാണ്. സോറി ഗൈസ്, ഒരു റോസ് വാട്ടറാണിത്. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും തീരാറ് ഇത്രയേ ആയിട്ടോ. സോറി ഗൈസ്, തുമ്മൽ. ഇതിന് എത്രയോ രൂപ? 30 രൂപയാണ് വന്നിട്ട്. നല്ല സാധനമാണ്. ഞാൻ വേറെ വീട്ടിൽ തന്നെ ടോണറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കൂടെ ഒരു ടോണർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഹോം മെയ്ഡ് സാധനം. ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയറുകളാണ് കാണിക്കണേ. നിങ്ങൾക്ക് ഹോം മെയ്ഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ
ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ആ ഒരു ടോണർ അതിപ്പോൾ ഞാൻ അധികം ഉപയോഗിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് അത് അത്ര, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ തീർന്നു ഉറപ്പാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനം, ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നൊരു സാധനമാണ് നമ്മുടെ ഡെർമാകോമിൻ്റെ ഈ ഒരു നൈറ്റ് ക്രീം. ഇത് ചെറുതാണ് കേട്ടോ, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു സംഭവമാണ്. പർപ്പിളിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു ചോട്ട സാധനമാണ് കിട്ടിയത്. സോറി കേട്ടോ, അവിടെ ഒരു ഇതൊന്നുമില്ല. അപ്പം നമ്മുടെ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, ഡെർമാകോമിൻ്റെ ഈ ഒരു ഹോണസ്റ്റ് സയൻസ് എന്ന് പറയുന്ന ഇതാണ് നൈറ്റ് ക്രീമാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ്ഫുള്ളായിട്ട്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് 2% കോജിക് ആസിഡും ഉണ്ട്. വളരെ നല്ലൊരു സാധനമാണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ നൈസമാഡൊക്കെ ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. സൂപ്പറാണ് നൈസമാഡ്. കോജിക് ആസിഡ് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ നമ്മൾ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ, നല്ല ഗ്ലാസ്, നമ്മൾ കുറേക്കാരുടെ ഗ്ലാസ് സ്കിന്ന് കണ്ടില്ല, അതുപോലെ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാതെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ഡെർമാകോമിൻ്റെ ഒരു നൈറ്റ് ക്രീം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. ഇതിപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വലുത് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിരിക്കാനാണ്. ഇത് ട്രെൻഡിങ് ആയിരുന്ന സമയത്തൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് ഈ അടുത്ത ഇടയ്ക്കാണ് ഇത് കിട്ടിയത്. എന്തോ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഫ്രീ ആയിട്ട് ഈ സംഭവം കിട്ടിയതാണ്. സ്മെല്ലുണ്ടോ, എനിക്കിതിൻ്റെ കൂടുതൽ സ്മെല്ല്, ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചേ. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ, നല്ലൊരു അടിപൊളി കൺസിസ്റ്റൻസി, പെട്ടെന്ന് അബ്സോർബായി ഇത് വരും കേട്ടോ. മിക്ക കുറേ നൈറ്റ് ക്രീംസ് എന്ന് പറയുന്നത് കുറച്ച് അബ്സോർബാവാൻ നല്ല തിക്കായിട്ടുള്ളതായിരിക്കും, അബ്സോർബാവാൻ നല്ല പാടായിരിക്കും. ബട്ട് ഇത് നല്ല അബ്സോർബാവുന്നൊരു ലൈറ്റ് വെയ്റ്റ്സ് ആണ്. കാണുന്ന നല്ല തിക്കാന്ന് തോന്നും, ബട്ട് ഇത് ഒട്ടും തിക്കല്ല കേട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് കണ്ടു പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർബായിട്ടും കണ്ടു. ഇവിടുത്തെ ഒരു ലുക്ക് നോക്കൂ, ഈ ഒരു ഇവിടുത്തെ ലുക്ക് നോക്കൂ. ഞാൻ കൂടുതലും ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പം കുറച്ച് ടാനൊക്കെ അടിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉപയോഗിക്കുന്നത് എന്താ, എൻ്റെ ഇവിടുത്തെ മുട്ടിൽ, കാൽമുട്ടിൽ, കൈമുട്ടിലും കാൽമുട്ടിലും, പിന്നെ കഴുത്തിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാല, സാധാരണ നമ്മൾ മാലയൊക്കെ ഇടുമ്പോൾ എനിക്കിങ്ങനെ ഇവിടെ പെട്ടെന്ന് കറക്കും. അപ്പോൾ കറുത്ത് പാട് പോലെ വരും. അപ്പോൾ അത് പോകാൻ വേണ്ടി ഇതാണ് ഞാൻ ഉപയോഗിക്കുക. പിന്നെ ടാനൊക്കെ വന്നാൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു ഡെർമാകോമിൻ്റെ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അങ്ങനെ പിന്നെ ഞാനിപ്പോൾ കുളി കഴിഞ്ഞ് വന്നുള്ളൂ, അതുകൊണ്ടാണ് മുടിയൊക്കെ അഴിച്ച് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് അങ്ങോട്ടൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴേ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അത് ഉറപ്പാണ്. പിന്നെ നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മമാർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ബട്ട് ഇത് ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ അധികം അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ഇത് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ്. ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് മാമാർത്തിൻ്റെ. ബട്ട് ഇത് എനിക്ക് കൂടുതൽ കുറച്ച് ഓയിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഓയിലി സ്കിന്നല്ല കേട്ടോ, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ പ്ലസ് സെൻസിറ്റീവ് സ്കിൻ ആൻഡ് അങ്ങനെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ ഇത് ഇടുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നം. എനിക്ക് ഓയിലി സ്കിന്നുള്ള ആൾക്ക് ഇത് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം എൻ്റെ അമ്മ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇടുമ്പോൾ കുഴപ്പമില്ല, സ്കിൻ കുറച്ചും കൂടെ ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ തരും, ഓയിലി ആവുന്നില്ല. ബട്ട് എനിക്ക് ഇടുമ്പോൾ മാത്രം ഭയങ്കര ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് വന്നിട്ട് 199 രൂപയാണ്.
24 മണിക്കൂർ ഹൈഡ്രേഷൻ തരും. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റൊക്കെ ആണ്, അത് ഓക്കെയാണ്, പെട്ടെന്ന് അബ്സോർബൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ തോന്നി. അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ ഇതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇത് നമ്മൾ ഇത് രണ്ടും നമ്മളെന്താ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. രണ്ടും ബാക്കി ഈ ഒരു 3 സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മളെ പിമ്പിൾസൊക്കെ ഇപ്പോൾ പലർക്കും നല്ലൊരു സംഭവമാണ് പിമ്പിൾസ്. അപ്പോൾ എനിക്ക് നോക്കിയാൽ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു വാർഡ് റിമൂവർ. ഇത് കൂടുതലും കുറേ പേര് ഈ പരസ്യങ്ങളിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ കൂടുതലും നമ്മുടെ ഇവിടെ ഒരു പാലുണ്ണി എന്നൊക്കെ പറയാറുണ്ട്. ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് കറുത്തൊരു സാധനമുണ്ട് മോൾസ്. അപ്പോൾ ആ സാധനം മാറ്റാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ബട്ട് ഇത് പിമ്പിൾസ് മാറാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ സംഭവം സൂപ്പർ സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ 2ാമത്തെ പാക്കാണ് ഉപയോഗിച്ചത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. ഇത് 100 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ കാണിച്ചത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ഇതിപ്പോൾ കട്ടിലാണ് ഫോൺ വച്ചേക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയാം. കുറച്ചും കൂടെ ഇറങ്ങിയിരിക്കും. അപ്പോൾ എനിക്ക് പിന്നെ എന്നെ ഒന്ന് കാണാൻ പറ്റും, ബട്ട് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, TV ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത്ര കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്, കാല് ഇങ്ങനെ കുത്തിക്കുക. അപ്പോൾ കാല് ഭയങ്കര വേദന, അതുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ സോറി ഗൈസ്, വീണ്ടും സോറി. അതൊരു കോള് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അർജൻറ്റായിട്ടൊരു കോളായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കാം. അപ്പോൾ എന്താ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ സ്കിൻ കെയർ സാധനം ഞാൻ ഉപയോഗിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളും ലിപ് കെയർ ഹെയർ കെയർ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. മെയിനായിട്ട് എനിക്ക് ഉപയോഗിക്കാതെ ഇരിക്കാൻ പറ്റാത്ത കുറച്ച് സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അടുത്തടുത്ത് തന്നെ എല്ലാം ഇപ്പം ഉണ്ട്, കാണിച്ചു തരാം. ഈ സാധനത്തിൽ ഇരിക്കാൻ പറ്റിയൊരു പരുവത്തിൽ അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് തുറന്നിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ടോണർ, ഇതിൽ വാസ്ലിൻ്റെ ഇതാണ് കൊടുക്കുന്നത്. അതിൻ്റെ വാസ്ലിൻ്റെ സിറം ഇത് തീർന്നു കേട്ടോ. ഇത് സ്പ്രേ ചെയ്യുന്ന സിറാണ്, ബട്ട് തീർന്നുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ടോണർ ഉണ്ടാക്കി, ബീട്രൂട്ട് ടോണർ. അപ്പം ഇത് നീമും തുളസി പനിക്കൂർക്ക അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ടോണറാണ്. ഇതിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ ഒരു മോയ്സ്ചറൈസറാണ്, ബട്ട് ഇത് കുറച്ച് ഇതിൻ്റെ മൂഡ് അത്ര സെറ്റല്ല, അപ്പം എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു പിങ്ക് ബീറ്റ്റൂട്ടൊക്കെ വെച്ചുണ്ടാക്കിയ ബീറ്റ്റൂട്ടിൻ്റെ നീര്, പിന്നെ നമ്മൾ ബട്ടർ അതൊക്കെ വെച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.